ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. വിഘ്നേഷ് രാജ സംവിധാനം ചെയ്ത് ധനുഷ്, മമിത ബൈജു, KS രവികുമാർ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന പുതിയ തമിഴ് ചലച്ചിത്രമാണ് കര. അതിൻ്റെ ട്രെയിലർ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് GV പ്രകാശ് കുമാറാണ്. അപ്പോൾ നമുക്ക് ട്രെയിലർ ഒന്ന് കണ്ടുനോക്കാം. ടീസർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കിഡിലനായിരുന്നു, ഒരു കർണൻ ടൈപ്പ്. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ വിഘ്നേഷ് രാജ പറഞ്ഞത് ഇതൊരു ഇമോഷണലി റൂട്ടഡ് സസ്പെൻസ് ത്രില്ലർ ആയിരിക്കും എന്നാണ്. നമുക്ക് ട്രെയിലർ കണ്ടുനോക്കാം. We have Wales Film International. வணக்கம். முக்கிய செய்திகள். இஷாரி கே கணேஷ். நடைபெற்று வரும் வளைகுடா போரின் உச்சகட்டமாக குவைத்தில் உள்ள நூற்றுக்கணக்கான எண்ணெய் கிணறுகளுக்கு ஈரான் இன்று தீ வைத்தது. இந்த செயலானது பொருளாதாரத்தில் பெரும் தாக்கத்தை அஞ்சப்படுகிறது. போர்த்தொழில் தனுஷ், திங்கக்கிழமை ராத்திரி ஒரு பேங்க் கதவு உள்ள போய் திருடி இருக்கான். ஆனா அவன் அதோட நிறுத்தல. அடுத்த நாளே பட்ட பகல்ல இன்னொரு பேங்குக்கு போய் கொள்ளையடிச்சிருக்கான். இமோஷனலி ரூட்டட் என்ன கண்டிட்டு ஏதோ அவசர தேவை இருக்கு. കണ്ടിട്ട് ഡയറക്ടർ പറഞ്ഞതുപോലെ ഒരു ഇമോഷണലി റൂട്ടഡ് സസ്പെൻസ് ത്രില്ലർ തന്നെയാണ്. എന്തോ ആവശ്യത്തിന് ബാങ്കുകളൊക്കെ കൊള്ളയടിക്കുന്നുണ്ട് ധനുഷ്. അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സുരാജ് പോലീസായിട്ട് വരുന്നുണ്ട്. GV പ്രകാശാണ് മ്യൂസിക്. എന്തോ ഉണ്ട്, സസ്പെൻസ് ഉണ്ട്. அவன் திரும்பி வந்தால எனக்கு சந்தேகமா இருக்கு. ஏன் அப்படி பேசுற? அவன் திருந்தி தான்டா வந்திருக்கான். எங்க போயிட்டு வர? മമിത ஒரு வேலையா போயிட்டு வர. திருஷ்ட ரவிக்கா സംഭവം എനിക്ക് തോന്നുന്നു ധനുഷിനെ എല്ലാവരും കള്ളനായിട്ടാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ധനുഷിന്റെ അച്ഛൻ ക്യാരക്ടറാണ് KS രവികുമാർ എന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും എങ്ങനെ വന്നാലും തിരിച്ച് കട്ടോണ്ട് വന്നെന്നാണ് പറയുന്നത്. അപ്പോൾ അതായിരിക്കും ഡയറക്ടർ പറഞ്ഞ പോലെ സസ്പെൻസ്. അതെന്തിനായിരിക്കും കക്കണമെന്ന് സിനിമ കണ്ടാലേ മനസ്സിലാവും. எனக்கு பணம் வேணும். புரியாது. அடுத்த மதுரையில் ஒரு இடம் இருக்குண்ணே, ஒரு பண்ண வீடு. எப்படி 4 லட்ச ரூபா தருங்க. அப்படின்னா அவன் திருப்பியும் திருடலாம். ஓட்டு ஓடி வந்து ஓட்டு பிரிச்சு இறங்குறது தவிர வேற எந்த அளவும் தெரியாது எனக்கு. என்ன பண்ண சொல்றேன்? இல்ல கொள்ளலாம் கேட்டா ட்ரெயிலர். மீதி பணத்துக்கு என்னென்ன பண்ணுவ? எல்லா பக்கமும் போலீஸ் இருக்காங்க. ஓடவா விடுறாங்க. തുടങ്ങി ഈ മാസ്. GV പ്രകാശിന്റെ എലവേറ്റ് മ്യൂസിക്. கரசாமி இவன் கண்டிப்பா மாட்டுவா சார். ஒன்னு உயிரோட இல்ல போனமா. April 2026 കര. April 30, 2026 കര റിലീസ് ചെയ്യുന്നത്. ആൻഡ് ട്രെയിലർ പ്രോമിസിങ് ആയിട്ടുണ്ട്, കിടിലൻ ട്രെയിലർ. വിഘ്നേഷ് രാജ ആ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്, ഭരദ്വാജ് രംഗന്റെ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ആ ട്രെയിലറും പോകുന്നത്. ഒരു ഇമോഷണലി റൂട്ടഡ് ആയിട്ടുള്ള ഒരു സസ്പെൻസ് ത്രില്ലർ. ഇമോഷണലി നമ്മൾ ട്രെയിലർ കാണുമ്പോൾ തന്നെ ഇമോഷണൽ സീൻസ് ഒരുപാടുണ്ടാവും. പിന്നെ സസ്പെൻസ് ത്രില്ലർ, എന്തിനാണ് കക്കാൻ പോകുന്നത്, അത് എവിടെയാണ് പോകുന്നത്, ആര് പറഞ്ഞിട്ടാണ് പോകുന്നുള്ളതൊക്കെ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. സസ്പെൻസ് സത്യത്തിൽ സിനിമയിലുണ്ട്. പിന്നെ എനിക്ക് ഈ ധനുഷിൻ്റെ ആ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കർണൻ്റെ ആ ഒരു മോഡാണ് തോന്നുന്നത്. കർണൻ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. ആൻഡ് ധനുഷ് ആസ് യൂഷ്വൽ ഇതിൽ കത്തിക്കുമെന്ന് വേറെ സംശയമൊന്നുമില്ല. ആൻഡ് സുരാജ് വരുന്നുണ്ട്, ജയറാമും വരുന്നുണ്ട്. രണ്ടും മലയാളികളാണ്. ആൻഡ് സുരാജ് എനിക്ക് തോന്നുന്നു ജയറാമായിരിക്കും വില്ലൻ എന്നുള്ള ഒരു ടോക്കൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. ആൻഡ് സുരാജ് പോലീസ് കഥാപാത്രത്തിൽ വരുന്നുണ്ട്. ആൻഡ് വിഘ്നേഷ് രാജ ഈ സിനിമയും കണ്ടിട്ട് സൂപ്പറായിട്ട് പണിയെടുക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം ട്രെയിലർ പ്രോമിസിങ് ആയിട്ട് നന്നായിട്ട് തന്നെ ഉണ്ട്. മാസും കൂടുതൽ ഇമോഷണലി റൂട്ടഡ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു കണക്ഷൻസ് ഒരുപാട് വരാൻ ചാൻസ് ഉണ്ട്. ആൻഡ് മമിതയും നന്നായിട്ട് തന്നെ ആ ഒരു ഇമോഷണൽ സീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ GVയുടെ മ്യൂസിക് പറയണ്ടല്ലോ. GVയും ധനുഷും വന്നാൽ പിന്നെ അടിപൊളിയാണ്. അതിപ്പോൾ GVയും ധനുഷുമുള്ള പടങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആടുകളം, പൊല്ലാതവൻ, അസുരൻ, ഈ സിനിമകളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ധനുഷും
ജി വി പ്രകാശും വരുമ്പോൾ ഒരു കോംബോ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിലും ലാസ്റ്റ് ആ ഒരു ധനുഷ് ഒരു മാസിലേക്ക് വരുമ്പോൾ ജി വി പ്രകാശിൻ്റെ ഒരു എലവേഷൻ കത്തിക്കൽ സീനൊക്കെ അത് വരുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഒരു ട്രെയിലറിൽ ആ ഒരു മ്യൂസിക്കൊക്കെ ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. മൊത്തത്തിൽ ഏപ്രിൽ 30 പടം റിലീസാവും. നല്ലൊരു പ്രതീക്ഷയുണ്ട്. കാരണം വിഘ്നേഷ് രാജയുടെ ഫസ്റ്റ് സിനിമ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ മുമ്പത്തെ സിനിമ പോർത്തൊഴിൽ നിങ്ങൾ കണ്ടു കാണും. അശോക് സെൽവൻ, ശരത് കുമാറൊക്കെ ഉള്ള ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമ ആയിരുന്നു. ഒരു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയും കൂടെ ആയിരുന്നു. രാഷ്ട്രീയത്തിന് ശേഷം ഇങ്ങനെ ഒരു സിനിമ വന്നു എന്ന് എല്ലാവരും പറഞ്ഞ ഒരു സിനിമയായിരുന്നു. അപ്പോൾ ഇതുപോലെ ഒരു നല്ലൊരു സിനിമ തന്നെ വരട്ടെ. വിഘ്നേഷ് രാജ പ്രോമിസിംഗ് ഡയറക്ടർ ലിസ്റ്റിൽ കോളിവുഡിൽ വരട്ടെ എന്നും ആശംസിക്കുന്നു. ധനുഷ് ആസ് യൂഷ്വൽ കത്തിക്കുമെന്ന് ഉറപ്പാണ്. ഇഷാരി കെ ഗണേഷാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഏപ്രിൽ 30 തിയേറ്ററിൽ കാണാം.